രണ്ട് മത്സരങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടാണ് തുടങ്ങുന്നത്. ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ ഈ വർഷം തുടക്കത്തിൽ ഒരു T20 പരമ്പര കളിച്ചിരുന്നു ഇന്ത്യയിൽ. അതിൽ നാലാമത്തെ മത്സരത്തിൽ ഇന്ത്യയുടെ 12 റണ്ണിന് 3 വിക്കറ്റുകൾ നഷ്ടമായിരുന്നു. ഒരു ഓവറിൽ 3 വിക്കറ്റുകൾ നഷ്ടമായിരുന്നു. ഒരു വലിയ തകർച്ചയിലേക്ക്, അതായത് 12ലാണ് 3 വിക്കറ്റും പോകുന്നത് എന്നുള്ളതാണ്. 1 വിക്കറ്റ്, 2 വിക്കറ്റ്, രണ്ടാമത്തെ ഓവറിലെ ഫസ്റ്റ് ബോൾ, സെക്കൻഡ് ബോളും വിക്കറ്റ്, പിന്നെ ആറാമത്തെ ബോളും വിക്കറ്റ്, അങ്ങനെ ഒരു റൺ എടുക്കുന്നതിനിടയിൽ 3 വിക്കറ്റുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ മത്സരത്തിൽ ഇന്ത്യ ഫിനിഷ് ചെയ്തത് 181 റണ്ണിലാണ്. അടുത്ത മത്സരം, അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത മത്സരത്തിൽ ഇന്ത്യ സ്കോർ ചെയ്തത് 247 റൺസാണ്. അതുപോലെ തന്നെ സമാനമായിട്ട് ദക്ഷിണാഫ്രിക്കക്കെതിരെ ഓസ്ട്രേലിയ ഇതുപോലെ 30ന് 3 വിക്കറ്റുകൾ നഷ്ടപ്പെടുന്ന ഓസ്ട്രേലിയ പവർ പ്ലേ അവസാനിക്കുമ്പോൾ 6 വിക്കറ്റിന് 71 എന്ന നിലയിലാണ്. നമ്മൾ നോക്കണം, ഈ ഒരു സാഹചര്യത്തിൽ 3 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിട്ടും 6 വിക്കറ്റുകൾ പോയിട്ടും അടിക്കുക എന്നൊരു തന്ത്രം ഓസ്ട്രേലിയ അവിടെ പ്രയോഗിക്കുന്നുണ്ട്. അവിടെ ആ മത്സരത്തിൽ അവര് ഫിനിഷ് ചെയ്യുന്നത് 178 റണ്ണിലാണ്. ഞാനിത് പറഞ്ഞു വന്നത്, കഴിഞ്ഞ 2024 ജൂലൈ മാസത്തിന് ശേഷം, അതായത് T20 ലോകകപ്പോട് കൂടിയിട്ട് ഇന്ത്യയും ഓസ്ട്രേലിയയും T20യിലെ ബാറ്റിങ്ങിന് ഒരു പുതിയ മാനം നൽകിയിരിക്കുകയാണ്. നമ്മൾ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാകുന്നുണ്ട് കൃത്യമായിട്ട്. ഏത് ബോളർ ആണെങ്കിലും, അല്ലെങ്കിൽ ഏത് സാഹചര്യം ആണെങ്കിലും, ഏത് ബാറ്റർ ആണെങ്കിലും ഫസ്റ്റ് ബോൾ മുതൽ അറ്റാക്ക് ചെയ്ത് കളിക്കുക എന്ന് പറയുന്ന T20യിലെ ഒരു അൾട്രാ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ആ രീതിയിലേക്കുള്ള ഒരു മോശം മാറ്റി വെച്ചിട്ട് ആങ്കർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ല എന്നുള്ളതാണ്. ഒരു ആങ്കർ റോൾ ഇല്ല. ആങ്കർ റോൾ അല്ലെങ്കിൽ സാധാരണ രീതിയാണെങ്കിൽ ഇപ്പൊ സൈഫ് പറഞ്ഞാൽ 3-13 പറഞ്ഞാൽ ആ ടീം മാക്സിമം ഒരു 120 അപ്പുറം പോയാലായിരുന്നേ ഉള്ളൂ. കാരണം അവിടെ തൊട്ട് കളിയുടെ ഒരു മെല്ലപ്പൊക്കായിരിക്കും, കളി താളം മാറ്റും, വിക്കറ്റ് പോകാണ്ട് സംരക്ഷിക്കുന്ന രീതിയിൽ പിന്നെ മെല്ലെ സ്ട്രൈക്ക് റോട്ടേറ്റ് ചെയ്ത് കളിച്ചു തുടങ്ങും. പക്ഷെ നിലവിലെ രീതി അതില്ല. ഇപ്പം ഈ പറഞ്ഞ ഇന്ത്യ ആയാലും ഓസ്ട്രേലിയയിലും കുറച്ച് നേരത്തെ ഇംഗ്ലണ്ട് ആയാലും ഈ പണി തുടങ്ങിയിട്ടുണ്ട്. അത് അടിച്ചു കളിക്കുക മാത്രമാണ്. ഇപ്പോൾ T20യുടെ ഇത് തന്നെയാണ് വരുന്നത്. കാരണം മോശം പന്തുകൾ നോക്കി ശിക്ഷിക്കാനുള്ള സമയമൊന്നുമില്ല. ഓരോ പന്തിലും പരമാവധി റൺസ്, ബോൾ പുറം 6 എന്നുള്ള ലെവലിലേക്ക് കളി മാറുന്ന ഇതിലൊക്കെ വരുന്നത്. നമുക്കിപ്പം ഇന്ത്യൻ ടീമിന്റെ പ്രകടനം സമീപകാലത്ത് ഇപ്പോൾ പറഞ്ഞാൽ തന്നെ 200 മുകളിൽ റണ്ണ് തുടർച്ചയായിട്ട് പിന്നെ സ്കോർ ചെയ്യുന്ന ടീമായിട്ടൊക്കെ മാറുന്നുണ്ട്. ആ രീതിയൊക്കെ ഇന്ത്യൻ ടീം മാറാൻ വേണ്ടി പറ്റുന്നത് ഈ ഒരു മെന്റാലിറ്റി കൊണ്ട് മാത്രമാണ്. ഈ പറഞ്ഞ പോലെ അടിക്കുക തന്നെ, അടിച്ച് പരമാവധി റൺ എടുക്കുക, ബോൾ പുറം 6 എന്നുള്ള ലെവലിലേക്ക് കളി മാറ്റുക എന്നുള്ള രീതിയാണ്. അപ്പം അത് ഇന്ത്യൻ പിച്ചുകളൊക്കെ നമുക്കറിയാം. ഇന്ത്യൻ പിച്ചുകൾ മറ്റേ ദക്ഷിണാഫ്രിക്കയിലൊക്കെ ആകുമ്പോൾ ചെറിയൊരു ഗ്രൗണ്ടിന്റെ സപ്പോർട്ട് കൂടി കിട്ടുന്നുണ്ട് വേണം പറയാൻ വേണ്ടി. പക്ഷേ ഓസ്ട്രേലിയയിലേക്ക് എത്തുമ്പോൾ നമുക്ക് അത് എത്രത്തോളം വിനിയോഗിക്കാൻ പറ്റുന്നതാണ് എനിക്ക് കണ്ടറിയേണ്ടത്. നാളെ തൊട്ട് തുടങ്ങുന്ന ഈ പരമ്പരയിൽ ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും ഇന്ത്യ പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. തീർച്ചയായിട്ടും ഈ 2024 ജൂലൈക്ക് ശേഷം ഇന്ത്യയും ഓസ്ട്രേലിയയുടെയും വിജയ ശതമാനം, T20യിലെ വിജയ ശതമാനം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ വിജയ ശതമാനം 88.9%, ഓസ്ട്രേലിയയുടെ 84.2%. മൂന്നാമത് നിൽക്കുന്ന ന്യൂസിലാൻഡിന്റെ വിജയ ശതമാനം എന്ന് പറയുന്നത് 57%. ഈ ഒരു ഡിഫറൻസ് വന്നത് ഈ ഒരു ഇതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഗംഭീർ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ റിസ്ക് ഹൈ റിവാർഡ്. ഏറ്റവും വലിയ റിസ്ക് എടുക്കുക, അതിന് ഏറ്റവും നല്ല നേട്ടം ലഭിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു തന്ത്രം ആണ് ഈ ടീമുകൾ, ഇന്ത്യയും ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും പ്രയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ബൗണ്ടറി പെർസെന്റേജ് നമ്മൾ നോക്കണം. ഈ ഏകദേശം 23% ഓസ്ട്രേലിയയുടെ ബൗണ്ടറി പെർസെന്റേജ് എന്നുള്ളതാണ്. ഇന്ത്യയുടെ 22%. മൂന്നാമത് നിൽക്കുന്നത് ഇംഗ്ലണ്ടാണ്, 21% ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷെ ഇന്ത്യയും ഓസ്ട്രേലിയയും ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഓരോ 10.9 പന്തുകളിലും, അതായത് ഓരോ 11 പന്തുകളിലും 6 അടിക്കുന്നുണ്ട്, ബൗണ്ടറി 6 അടിക്കുന്നുണ്ട് ഓസ്ട്രേലിയ. അതുപോലെ തന്നെയാണ് ഓരോ 12 പന്തിലും 6 അടിക്കുന്നുണ്ട് ഇന്ത്യ. അപ്പൊ ആ ഒരു രീതിയിൽ പിന്നെ ഒരു ഓവർ 6 ലെവലായിട്ടും ഇന്ത്യ ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ ഒരു അൾട്രാ അഗ്രസീവ് ആയിട്ടുള്ള വലിയ റിസ്ക് എടുത്തിട്ടുള്ള ഒരു ക്രിക്കറ്റ് ഗെയിമാണ് ഇപ്പോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ആങ്കർ എന്ന് പറയുന്ന ഒരു പൊസിഷനേ ഇല്ല, അങ്ങനെ ഒരാൾക്ക് ഒരു ഇതേ ഇല്ല എന്നുള്ളത്. ഈ 2 ടീമുകളാണ് മുന്നോട്ട് വരുന്നത്. ഇതില് നമ്മൾ ഈ ഒരു കാര്യം പറയുമ്പോഴും ഇന്ത്യൻ ടീമിൽ ഈ ഒരു റോള് ഏറ്റെടുക്കുന്നത് അഭിഷേക് ശർമ്മയാണ്. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ ട്രാവിസ് ഹെർട്ടിനെ പോലുള്ള താരങ്ങളാണ്. അപ്പൊ ആ ഒരു അങ്ങനത്തെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു കളി, ഇപ്പൊ അതിന്റെ റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. 88% വിജയ ശതമാനം ലഭിക്കുക എന്ന് പറയുമ്പോൾ അത് അത്രയും ആ ഒരു റിസൾട്ട് അവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇതേ ഓരോ താരങ്ങളാണെങ്കിലും ഇപ്പോൾ മിക്കവാറും എല്ലാ താരങ്ങളുടെയും സ്ട്രൈക്ക് റേറ്റും ഇതുപോലെ തന്നെയാണ്. ആദ്യത്തെ 10 പന്തുകളിലെ സ്ട്രൈക്ക് റേറ്റ് ടോപ്പ് 7 ബാറ്റർമാരെ എടുത്തു കഴിഞ്ഞാൽ
ഈ രീതിയിലാണ്. ആ തന്ത്രത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മികച്ച ഒരു ബാറ്റിംഗ് ഡെപ്തും കൂടിയിട്ട് ഗംഭീർ ഫോക്കസ് ചെയ്യുന്നത്. ഈ ഞാൻ പറഞ്ഞു വന്നത് ഈ 2 വെടിക്കെട്ടും ഇതിൽ വരുമ്പോ 2 വെടിക്കെട്ട് ബാറ്റിംഗ് ടീം ഏറ്റുമുട്ടുമ്പോൾ എന്താണ് നമ്മൾ ഈ ഒരു T20 പരമ്പരയിൽ പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായും നമുക്ക് ഒരു കാര്യം ഞാൻ ഇതായിട്ട് പറയാം. നമ്മൾ IPL ഹൈദരാബാദിന്റെ സൺറൈസേഴ്സിന്റെ ഹൈദരാബാദിന്റെ മത്സരങ്ങളെ നമ്മൾ കാത്തിരുന്നുണ്ട്. 300 കടക്കം എന്ന് പറഞ്ഞ് കാത്തിരുന്ന മത്സരങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ആ ടീമിന് അതിനുള്ള ഒരു വിസ്ഫോടന ശേഷി ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം, അവർ ആദ്യം തുടക്കത്തിലൊക്കെ നല്ല രീതിയിൽ തുടങ്ങി നമുക്ക് പ്രതീക്ഷ നൽകിയെങ്കിലും പിന്നീട് അവർക്കത് തിളങ്ങാൻ വേണ്ടി പറ്റിയില്ല. ഈ ഒരു അവസ്ഥ അത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. ഒന്നിക്കൽ നാളെ ഇപ്പോൾ തുടങ്ങുന്ന പരമ്പരയിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും വെടിക്കെട്ടായിരിക്കും. പിന്നെ 200 മുകളിൽ റൺസ് പോയാലും അത് ചേസ് ചെയ്യാൻ പറ്റുന്ന ടീമാണ് മറുവശത്തുണ്ടാവുന്നതിൽ ഉറപ്പുണ്ട്. അപ്പോൾ ആ ലെവലിലേക്ക് പോകും. നേരെ മറിച്ച് മറ്റൊരു സാധ്യത കാണുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ 13-3 എടുക്കുന്ന സമയത്ത് ഒരു 100 റൺസ് താഴെ എറിഞ്ഞിടാനും തകരാനും വേണ്ടി പറ്റിയ മുമ്പ് കാണും. അത് തകർന്നാലും കുഴപ്പമില്ല. അതിനാണ് അത് എതിർവശത്ത് വരുന്ന ടീമിന് നമുക്ക് അതുപോലെ തന്നെ എറിഞ്ഞിടാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്ക് ഒരു കളി കൊണ്ടുപോകും. ടൈറ്റായി കളി മാറും. പക്ഷേ അത് ഈ പിന്നെ നമ്മൾ ഈ ഗംഭീർ പറഞ്ഞ പോലെ പറയുന്നത് നോക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ റൺസ് പറയാനുള്ള സാധ്യതയാണ് ഇപ്പം സമീപകാലത്ത് കാണുന്നത്. ഇപ്പം 1-2 താരങ്ങളെ ആശ്രയിച്ചല്ല ബാറ്റിംഗ് ലൈന് നിൽക്കുന്നത്, ബാറ്റിംഗ് ഡെപ്ത് നിൽക്കുന്നതിലുകൊണ്ടാണ് അത് വരുന്നത്. നമുക്ക് അഭിഷേക് തുടങ്ങി വെച്ചാൽ നമുക്ക് 8ാം നമ്പറിൽ ഇറങ്ങുന്ന അക്ഷർ പട്ടേൽ ആടവും വരെ നിരന്ന് നിൽക്കുന്ന താരങ്ങളൊക്കെ ഇങ്ങനെ പിന്നെ 6 ബോൾ പുറം 6 അടിക്കാൻ കഴിവുള്ള താരങ്ങളാണ്. റണ്ണായിട്ട് കുത്തനെ ഉയർത്തുന്ന താരങ്ങളാണ്. അതുകൊണ്ട് തന്നെ 1-2 ഈ പറഞ്ഞ 3-4 വിക്കറ്റ് പോയാലും പിന്നെ വരുന്നവർക്കും റൺസ് ഉയർത്താൻ വേണ്ടി പറ്റും. അത് ഇന്ത്യയിലും ഓസ്ട്രേലിയയിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു തകർച്ച ഇരു ടീമിലും പ്രതീക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ത്യ നമുക്കറിയാം, ഓസ്ട്രേലിയൻ പിച്ചിൽ ഓസ്ട്രേലിയൻ മണ്ണിൽ അത്രത്തോളം ഇന്ത്യയുടെ യുവനിരയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇന്ത്യൻ ടീമിന്റെ എക്സ്പീരിയൻസ് ഈ T20 ടീമിന്റെ. അപ്പോൾ ആ യുവനിര എങ്ങനെയായിരിക്കും ഇത് ഇവരുടെ ഇപ്പം അഭിഷേകിനെ പോലുള്ള താരങ്ങൾ മറ്റു രാജ്യങ്ങളിലും ഇന്ത്യയിലൊക്കെ കളിച്ച രീതി അതെങ്ങനെയാണ് ഓസ്ട്രേലിയ കളിക്കുന്നത് മാത്രമേ കണ്ടറിയേണ്ടത്. പക്ഷെ അഭിഷേകിനെ പോലൊരു യുവതാരത്തിന് അല്ലെങ്കിൽ അഭിഷേകിനെ പോലെ മറ്റു ഈ ഒരു യുവ ഇന്ത്യക്ക് അങ്ങനെ പിച്ചോ അല്ലെങ്കിൽ ബൗളറെ നോക്കി കളിക്കുന്ന രീതിയല്ല ഇവരുടേത്. അതുകൊണ്ട് അത് നമുക്ക് അങ്ങനത്തെ ആശങ്കപ്പെടേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഏത് ബോളറായാലും ഏത് പിച്ചായാലും ആദ്യ ബോളോട്ട് ബൗണ്ടറി നടത്തുക എന്നുള്ളത് മാത്രമാണ് ഇവർ ലക്ഷ്യം വരുന്നത്. അപ്പൊ അതിന്റെ ഇതെന്തായാലും വരും, അത് ഉറപ്പാണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങളിത് പറയുന്ന സമയത്ത് ഇപ്പൊ ലോജിക്കലി നമ്മുടെ വീഡിയോക്കകത്ത് ചിലപ്പോൾ ഒരുപക്ഷെ വരാൻ സാധ്യതയുള്ള ഒരു കമന്റ് ആണ് ഈ ആദ്യ പന്ത് മുതൽ 6 അടിക്കുക എന്നുള്ളത് ഓസ്ട്രേലിയയിൽ നടക്കില്ല എന്നുള്ളത്. ഇപ്പോൾ ഇന്ത്യയിൽ നടക്കും, ഓസ്ട്രേലിയയിൽ നടക്കില്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ സംസാരിച്ചു വരുന്നത് 2 ടീമും ഈ 2024 ജൂലൈ മാസത്തിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു ഇതിന് ശേഷം കൊണ്ടുവന്നൊരു സ്ട്രാറ്റജിയാണ് ഇത്. ഈ ഒരു സ്ട്രാറ്റജി തന്നെയാണ് തങ്ങൾ പ്രയോഗിക്കുന്നതെന്ന് ഗംഭീർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഓസ്ട്രേലിയൻ നിരയിലാണെങ്കിൽ അന്ന് ആ വൻ തകർച്ചയെന്ന് മറ്റേ ഓസ്ട്രേലിയനെ രക്ഷിക്കുന്നതിൽ ഒരു ബാറ്റർ ടിം ഡേവിഡാണ്. ടിം ഡേവിഡ് തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊരു തന്ത്രത്തിന്റെ ഭാഗമാണ്, അതൊരു സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, വിക്കറ്റുകൾ മറുവശത്ത് വീണുകൊണ്ടിരിക്കുമ്പോഴും ഈ 30-3 എന്ന ഇതിൽ നിന്ന് 71-6 എന്ന് പറയുമ്പോൾ അതെ വിക്കറ്റുകൾ വീഴുന്നുണ്ട്. എന്നിട്ടും ആ ടീമിന്റെ സ്കോർ അവസാനിക്കുന്നത് 178 എന്നതുകൂടി ആലോചിക്കണം. 17 റൺസിന് ആ മത്സരം ജയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതേപോലെ തന്നെയാണ് 12-3 വിക്കറ്റുകൾ ഇന്ത്യയുടെ വീഴ്ത്തിയിട്ട് പോലും ആ മത്സരം ഇംഗ്ലണ്ട് പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. 16 റണ്ണോ അത്രയും പരാജയപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു അഭിഷേകും ഹെഡുമാണ് ഇത് നേതൃത്വം കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ അതിന്റെ കണക്കുകൾ തന്നെ നമുക്കൊന്ന് നോക്കാം. അഭിഷേക് 22 മത്സരങ്ങളിൽ നിന്ന് 536 റൺ, 192 സ്ട്രൈക്ക് റേറ്റിൽ 33.5% ബൗണ്ടറി പെർസെന്റേജ്. അതായത് നമ്മുടെ ടീമിന്റെ ബൗണ്ടറി പെർസെന്റേജിനേക്കാളും 10% കൂടുതലാണ്. ഇപ്പൊ ഇന്ത്യ 10% അല്ല, 10% എന്ന് പറയാൻ പറ്റില്ല ഒരു കണക്ക് അങ്ങനെ കണക്ക് കൂട്ടുന്ന സമയത്ത്. പക്ഷെ 23 ആണെങ്കിൽ ഇത് 33 ആണെന്നുള്ളതാണ്. 22-23 ഒക്കെ ആണെങ്കിൽ ഇത് 33 ആണെന്നുള്ളതാണ്. അതുപോലെ തന്നെ ട്രാവിസ് ഹെഡിന്റെ 36.9, ഏകദേശം 37% തന്നെ. പിന്നെ ആ ലിസ്റ്റിൽ വരുന്ന താരങ്ങൾ രസകരമാണ്. ബട്ട്ലർ വരുന്നുണ്ട്, സാൾട്ട് വരുന്നുണ്ട്, മിച്ചൽ മാർഷ് വരുന്നുണ്ട്. 2 താരങ്ങൾ ഇംഗ്ലണ്ടുകാരാണ്, ഒരു ഓസ്ട്രേലിയൻ താരം വരുന്നുണ്ട്. അതുപോലെ തന്നെ ടിം സീഫർട്ട്, ന്യൂസിലാൻഡിന്റെ ടിം സീഫർട്ട് ആ ഒരു ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു ഈ അഗ്രസീവ് ആയിട്ട് കളിക്കുക എന്ന് പറയുമ്പോൾ, അടിച്ച് കളിക്കുക എന്ന് പറയുമ്പോൾ ഓസ്ട്രേലിയയുടെ ഇന്ത്യയുടെ സ്പിൻ അറ്റാക്ക് കഴിഞ്ഞ ഈ കുറച്ചു കാലമായിട്ട് ഇന്ത്യയുടെ ഏറ്റവും മികച്ച സ്പിൻ അറ്റാക്ക് ഇന്ത്യക്കാണുള്ളത് T20. ഓസ്ട്രേലിയൻ മണ്ണില് സ്പിന്നിന് വലിയ ഇത് കിട്ടുമോ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ ചില മത്സരങ്ങളിലൊക്കെ എക്കണോമി ഒക്കെ തടഞ്ഞു നിർത്താനും ഒക്കെ സ്പിന്നർമാർക്ക് സാധിക്കുന്ന സ്പിന്നർമാർക്ക് ഒരു വലിയ റോൾ ഉണ്ട് T20 എന്നുള്ളതാണ്.
സ്പിന്നർമാരുടെ ഒരു റോള് നമുക്കറിയാം ഇന്ത്യൻ ടീമിൽ ഇപ്പൊ T20 നമ്മ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ ഇത് വരുൺ ചക്രവർത്തിയൊക്കെ നമുക്ക് തരുന്ന സംഭാവന. അതെ അതെ ആ ഒരു രീതിയിൽ എതിർ ടീമിന്റെ റണ്ണൊന്ന് ആ ഒരു കുതിപ്പിനെ ഒന്ന് തടയാനൊക്കെ കഴിയും. പക്ഷെ ഓസ്ട്രേലിയൻ നിരയിൽ സ്പിന്നിനെ അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന അത്രയും സ്പിന്നിനെ അങ്ങനെ നേരിടുന്ന താരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ജോഷ് ഇംഗ്ലീഷ്, അതുപോലെ തന്നെ മിച്ചൽ മാർഷ്, ഇവരെല്ലാവരും ടിം ഡേവിഡ്, അതായത് ഒരു ആ താരങ്ങളെല്ലാവരും സ്പിന്നിനെതിരെ നല്ല രീതിയിൽ അഗ്രസീവായിട്ട് അറ്റാക്ക് ചെയ്ത് കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇന്ത്യയുടെ സ്പിന്ന് നിരനെ നേരിടാൻ പറ്റിയ നിര ഓസ്ട്രേലിയ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ശരിക്കും പരീക്ഷിക്കപ്പെടുകയാണ്. ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയും ബൗളിംഗ് നിരയും പരീക്ഷിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് വരുൺ ചക്രവർത്തിയുടെ നമുക്കറിയാം ഒരു ഒന്നാം നമ്പർ താരമായിട്ടൊക്കെ വളരെ പെട്ടെന്ന് മികച്ച രീതിയിൽ പന്തെറിഞ്ഞു വരുന്ന താരമാണ്. പക്ഷേ ആ താരത്തിനെ പൂട്ടാൻ പറ്റിയ ബാറ്റ്സ്മാനാണ് അപ്പുറം ഉള്ളത്. ഈ പറഞ്ഞ പോലെ ഈ പ്രഹരം ബൗണ്ടറി ബോൾ പെർ ബൗണ്ടറി നിലയിൽ വരുന്ന പ്രഹരം ഏറ്റുവാങ്ങാൻ വേണ്ടി അതിനെങ്ങനെ മറികടക്കാൻ പറ്റും ഈ താരങ്ങൾക്ക് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. നേരെ കുറച്ച് ഇന്ത്യക്ക് ആകുമ്പം അവരെ ഓസ്ട്രേലിയയുടെ പേസ് ഉൾപ്പെടെയുള്ള നിരയും നമുക്ക് ഇതുവരെ നേരിടേണ്ടതുണ്ട്. പക്ഷേ ഒരു സംശയം വരുന്നില്ല, നമുക്ക് എന്തായാലും വെടിക്കിട്ട് ബാറ്റും ബോളും കാണാൻ വേണ്ടി വരുന്ന സംശയമില്ല. നല്ല മികച്ച ബോളർമാരെയാണ് ബാറ്റ്സ്മാൻമാരെ നേരിടുന്നത്. അതും വെറുതെ നേരിടുന്നതല്ല, സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് കളിക്കുന്നതായിരിക്കില്ല. T20 എല്ലാ ഒരു സൗന്ദര്യവും ഇതിൽ വരുന്നത് സംശയം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു കാലമായിട്ട് ഈ വെടിക്കെട്ട് T20 ഒരു അഗ്രസീവ്നെസ് കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. അതായത് അതാണ് നമ്മൾ സംസാരിച്ചത്. ഇന്ത്യയും ഓസ്ട്രേലിയയാണ് അതിന് ലോക ക്രിക്കറ്റിൽ അതിന് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയാണ്, അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏത് സാഹചര്യമാണെങ്കിലും, എങ്ങനെ വിക്കറ്റ് പോകുന്ന സാഹചര്യമാണെങ്കിലും ഇന്നിങ്സ് സ്റ്റെബിലൈസ് ചെയ്ത് അത്തരം സ്റ്റെബിലൈസേഷൻ ചെയ്തിട്ട് ഒരു ആങ്കർ റോളിൽ ഒരു പ്ലെയർ നിന്ന് കളിക്കാതെ ഏറ്റവും അഗ്രസീവായിട്ട് എങ്ങനെ കളിക്കാം, ഏറ്റവും കുറഞ്ഞ പന്തുകളിൽ ഏറ്റവും കൂടുതൽ റൺ എടുത്തിട്ട് എതിർ ടീമിനെ ഇങ്ങനെ സമ്മർദ്ദത്തിലേറ്റാം എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് വിക്കറ്റ് നഷ്ടപ്പെടുന്ന ഒരു ടീമിന് ഒരു സമ്മർദ്ദം ഉണ്ടാവും, അത് എതിർ ടീമിന് കൊടുക്കുകയാണ്. അപ്പോൾ വിക്കറ്റ് എടുത്തിട്ട് ഇവർ അടിക്കുകയാണല്ലോ എന്ന് പറയുമ്പോൾ ആ ഒരു ഇത് അത് തന്നെയാണ് സംഭവിക്കുന്നത്. അത് പക്ഷെ എന്താ പറയുക, നമ്മൾക്ക് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിക്കറ്റ് പോകുന്ന സമയത്ത് ഡിഫെൻഡ് ചെയ്ത് കളിക്കേണ്ട ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് മാറിയിട്ട് ഒരു കൺട്രോൾ കൊടുക്കുകയും അതോടൊപ്പം തന്നെ അഗ്രസീവായിട്ട് കളിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഓസ്ട്രേലിയയും ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അത് തന്നെയായിരിക്കും T20 പരമ്പരയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പൊ T20 പരമ്പരയുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പലരും പറയുന്നുണ്ട് മഴ പ്രവചനം ഉണ്ടെന്ന്. പക്ഷെ നമ്മൾ മത്സരം നടക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. മത്സരം നടക്കട്ടെ, കാരണം ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം നടക്കട്ടെ. അപ്പൊ ഇപ്പം മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം മാറ്റുന്നൊന്നുമില്ലല്ലോ. അവിടെ തന്നെ ഷെഡ്യൂൾ ചെയ്തിട്ട് മിക്കവാറും അമ്പയർമാരും എല്ലാ താരങ്ങളും അവിടെ ഗ്രൗണ്ടിൽ എത്തുകയും ടോസ് നടക്കുകയും ടോസ് മഴയാണെങ്കിൽ മാറ്റുകയൊക്കെ ചെയ്യും. അപ്പൊ മഴ പെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം ഒരിക്കലും റീഷെഡ്യൂൾ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മത്സരത്തെ കുറിച്ച് സംസാരിക്കാം. അതെ, ആ ഒരു ഇതിനകത്ത് ഈ പുതിയ സ്ട്രാറ്റജി, ഈ പറയുന്ന ഒരു വെടിക്കെട്ട് സ്ട്രാറ്റജി വന്നതിന് ശേഷം ഇന്ത്യൻ ഓസ്ട്രേലിയയും നേർക്കുനേർ വരുമ്പോൾ T20 രണ്ട് അധികായരായിട്ടുള്ള ടീമുകൾ നേർക്കുനേർ വരുമ്പോൾ ആ ഒരു ആവേശം എന്തായാലും ഉണ്ടാവും. അങ്ങനത്തെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള മത്സരം തന്നെ നമുക്ക് കാണാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം.